بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على سيدنا وشفيعنا محمد صلى الله وسلم وبارك عليه وعلى آله وصحبه وأزواجه وذرياته وعلينا وعلى مشايخنا وأساتذتنا ومصنفي كتبنا وذوينا وأحبابنا وسائر المؤمنين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ولا حول ولا قوة إلا بالله العلي العظيم. ربي يسر ولا تعسر، ربي زدنا علما وحلما وفهما وعقلا وأدبا. ربي تمم بالخير والسعادة والله ولي التوفيق ومنه التحقيق وبه التصديق. إنما الأعمال بالنيات والعاقبة للمتقين. ഇനി ബാബുൻ സുജൂദു സഹ്വി സുന്നത്തുൻ, അങ്ങനെയാണ് തുഹ്ഫന്റെ മത്തനിലുള്ളത്. ബാബുൻ സുജൂദു സഹ്വി സുന്നത്ത്. ഷെയ്ഖ് അൻവർ ബാബു സുജൂദി സഹ്വി പിന്നെ സുജൂദു സഹ്വി സുന്നത്തുൻ എന്ന് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിപ്പോ ഉണ്ടാവില്ലല്ലോ. ബാബു സുജൂദ് സഹ്വി എന്നാണെങ്കിൽ പിന്നെ വഹുവ സുന്നത്തുന്നല്ലേ ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ഒരു നുസ്ഖ തന്നെ ഉള്ളൂ എന്നാ. ബാബുൻ ബിത്തൻവീനി തുഹ്ഫയിൽ അങ്ങനെയാണല്ലോ. അപ്പൊ തെൻവീന്റെ ബാബുൻ ഒരു നുസ്ഖ ഉള്ളൂ എന്നാ മനസ്സിലാകുന്നത്. ഫി ബയാനി സബബി സുജൂദി സഹ്വി വഅഹ്കാമിഹി. ബാബെന്താ? സഹ്വിന്റെ സുജൂദിന്റെ കാരണങ്ങൾ വിശദീകരിക്കുക, അതിന്റെ ഹുക്കുമും വിശദീകരിക്കുക എന്നാ. പിന്നെ സഹ്വ് എന്ന് പറഞ്ഞത് നിസിയാൻ എന്ന് പറഞ്ഞതുമായിട്ട് വ്യത്യാസം ഉണ്ടല്ലോ. ഈ സഹ്വ് കാരണത്താൽ സുജൂദ് ചെയ്യുക എന്നാണ് സുജൂദ് സഹ്വി എന്ന് പറഞ്ഞത്. എന്താണ്? മുസബ്ബബിനെ സബബിലേക്ക് ഇളാഫത്ത. സബബ് സഹ്വാണ്, അത് കാരണം സുജൂദ് ചെയ്യണം. പക്ഷെ ഇവിടെ ഈ സഹ്വ് എന്ന് പറഞ്ഞാൽ അതൊരു ഹഖീഖത്തുൻ ഉർഫിയ്യത്താണ്. ശറഇന്റെ ഉറുഫിൽ ഉള്ള ഒരു ഹഖീഖിയായ വലനുസരിച്ച സഹ്വ് എന്ന് പറയുന്നത്. അപ്പോ ലുഗത്തിൽ പറയുന്ന സഹ്വ് അല്ല അത്. ലുഗത്തിൽ പറയുന്ന സഹ്വ് എന്ന് പറഞ്ഞാല് ഖുവ്വത്ത് മുദ്രിക്കത്തിൽ നിന്ന് നീങ്ങുക, ഖുവ്വത്ത് ഹാഫിലത്തിൽ നിന്ന് നീങ്ങാതിരിക്കുക. നിസിയാൻ എന്ന് പറഞ്ഞാല് ഖുവ്വത്ത് മുദ്രിക്കത്തിൽ നിന്നും ഖുവ്വത്ത് ഹാഫിലത്തിൽ നിന്നും രണ്ടൊന്നും മറന്നു പോകുക. അപ്പൊ പിന്നെ മനക്ക് ഓർമ്മ ആകണമെങ്കിൽ വേറെ ഇദ്റാക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അതല്ല ഇവിടുത്തെ സഹ്വ്. കാരണം എന്താ? ശേഷം സുജൂദ് ചെയ്യല് ഇനി കാരണം പറയുമ്പോ ബോധപൂർവ്വം ഒഴിവാക്കിയാലും സുജൂദ് ചെയ്യണ്ടേ? അല്ലെ? ഒരുത്തൻ കുനൂത്ത് എന്താണ് ബോധപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ ഒഴിവാക്കി, എന്നാലും ഇവന് സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ടല്ലോ. അപ്പൊ എന്താണ് ഹഖീഖത്തുൻ ഉർഫിയ്യത്ത്. അതുകൊണ്ട് ഉദ്ദേശം എന്താ അവിടെ? അത് നിസ്കാരത്തിലെ ഒരു ഖലല് എന്നാ. നിസ്കാരത്തില് സംഭവിക്കുന്ന ഒരു ഖലല്, അത് എന്താണ്? ഏത് രീതിയിൽ എവിടെ എങ്ങനെ വന്നാലാണ് സുജൂദ് ചെയ്യേണ്ടതെന്ന് ഈ ബാബിൽ പറയാം. ആ ഖലല് സംഭവിക്കുന്നത് അംദായിട്ടാണെങ്കിലും നിസിയാനായിട്ട് സഹ്വായിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആ ഖലല് എന്നർത്ഥം. പിന്നെ അത് പൊതുവെ അല്ലെങ്കിൽ കൂടുതൽ സഹ്വാണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് എന്താക്കിയത് അങ്ങനെ സഹ്വ് നീ ഖലലിന് പറയുന്നത്. സുജൂദു സഹ്വി അല്ല ആത്തി സുന്നത്തുൻ. ശേഷം പറയുന്ന ആ സഹ്വിന്റെ സുജൂദ്, ശേഷം വരുന്ന സുജൂദ്, സഹുവിന്റെ സുജൂദിന് സിഫത്താണ്. അല്ലാത്തിയതിന്റെ വിശദീകരണം ശേഷം വരുന്നുണ്ട് എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നല്ലേ. അത് സുന്നത്താണ്. മുതഅക്കിദത്തുൻ, മുതഅക്കിദായ സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ്. വലൗഫിൻ നാഫിലത്തിയ സുന്നത്ത് നിസ്കാരത്തിലും അങ്ങനെ തന്നെ മുഅക്കദായ സുന്നത്ത് തന്നെ. അപ്പോൾ സുന്നത്ത് നിസ്കാരത്തില് ഇവ 4 റക്അത്ത് നിസ്കരിക്കുകയാണ്. അപ്പൊ അതിൽ ആദ്യത്തെ തഹിയ്യാത്ത് വിട്ടുപോയി, എന്നാല് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയാണ്. അപ്പോ ആദ്യത്തെ തഹിയ്യാത്ത് വിട്ടുപോയാല് മുഅക്കദായ സുന്നത്ത് തന്നെ സഹ്വിന്റെ സുജൂദ്. മാദാ സലാത്തൽ ജനാസത്തി, ജനാസ നിസ്കാരം ഒഴികെ അതില് സുന്നത്തില്ലാന്ന. പിന്നെ കദാ ഖാലൂഹു, അയിമ്മത്ത് ഇങ്ങനെ പറഞ്ഞു. മാദാ സലാത്തൽ ജനാസത്തി എന്ന് ഇതിനെ അങ്ങനെ പറഞ്ഞു, ഇസ്തിസ്ന ചെയ്തു. വലാഹിറുഹു, അപ്പൊ അത് മാത്രമാണ് അവർ ഇസ്തിസ്ന ചെയ്തത്. ജനാസസ്കാരത്തില് സഹ്വിന്റെ സുജൂദ് സുന്നത്തില്ല. കാരണം എന്താ?
അവിടെ സുജൂദ് മഷ്റൂ ആകാത്ത ശറആകാത്ത എന്താണ് നിസ്കാരമാണല്ലോ ജനാസ നിസ്കാരം. അപ്പൊ ജനാസ നിസ്കാരത്തിൽ എന്തെങ്കിലും ഖലല് വന്നാൽ അതിന് സുജൂദ് ചെയ്യാന്നുള്ള പരിഹാരം ഇല്ല എന്നർത്ഥം. ലാഹിറുഹു ഈന്റെ ലാഹിർ, ഇവരി പറഞ്ഞതിന്റെ ലാഹിർ, അതായത് മായദാ സലാത്തുൽ ജനാസത്തിന് ആ ഒരു ഇസ്തിസ്ന മാത്രം കൊണ്ട് മതിയാക്കിയതിന്റെ ലാഹിർ അന്ന സജിദത്ത തിലാവത്തി വശുക്രി കന്നാഫിലത്തി, തിലാവത്തിന്റെ സുജൂദും എന്ന പോലെ ശുക്റിന്റെ സുജൂദും ഇതില് എന്തെങ്കിലും എന്താണ് സംഭവിച്ചാൽ, അപ്പൊ തിലാവത്തിന്റെ സുജൂദിന്റെ കൂടെ ശുക്റിന്റെ സുജൂദ് എന്ന് പറഞ്ഞപ്പോ ഇത് നിസ്കാരത്തിലുള്ള തിലാവത്തിന്റെ സുജൂദല്ല, നിസ്കാരത്തിന്റെ പുറത്തുള്ള തിലാവത്തിന്റെ സുജൂദ്. അതിൽ ഈ പറയുന്ന ഖലൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് കന്നാഫിലെത്തി, അപ്പൊ സുന്നത്ത് നിസ്കാരം പോലെയാണ് എന്ന് പറഞ്ഞാൽ അതിൽ മുഅക്കദായ സുന്നത്ത് തന്നെ. പിന്നെ ഫൈൻ കൊൽത്ത, അപ്പൊ ഇനി നീ പറഞ്ഞാല് കൈഫയുജുബറു ഷൈഉ ബി അക്സറ മിൻഹു, അല്ലെ ഒരു സംഗതി അതിനേക്കാൾ അക്സർ കൊണ്ട് എങ്ങനെ പരിഹരിക്കപ്പെടുക? അത് എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോ തിലാവത്തിന്റെ സുജൂദിലും ശുക്റിന്റെ സുജൂദിലും അതില് ഓരോ സുജൂദല്ലേ ഉള്ളൂ. തിലാവത്തിന്റെ സുജൂദ് ഒന്നാണ്, ശുക്റിന്റെ സുജൂദ് ഒന്നാ. ഇത് സഹ്വിന്റെ സുജൂദാണെങ്കിലോ രണ്ടെണ്ണാണ്. അപ്പൊ അതില് എന്തെങ്കിലും ഈ ശുക്റിന്റെയും തിലാവത്തിന്റെയും സുജൂദിൽ എന്തെങ്കിലും ഖലല് വന്നതിന് വേണ്ടി എന്ത് ചെയ്യാ? സഹ്വിന്റെ സുജൂദ് ചെയ്യുമ്പോ അവിടെ അസിലുള്ള ഒരു സുജൂദ്, രണ്ട് സുജൂദല്ലേ വർദ്ധിപ്പിക്കുക. അപ്പൊ ആ ഷെയ്ഇനേക്കാൾ അക്സർ കൊണ്ട് എങ്ങനെ പരിഹരിക്കപ്പെടുക എന്ന് ചോദിച്ചാല്, അപ്പൊ ഫൈൻകുൽത്താന്ന് പറഞ്ഞത് സജിദത്ത തിലാവത്തി വശുക്രി കന്നാഫിലത്തി എന്ന് പറഞ്ഞ എന്റെ വാക്യ ഇമേലാണ് ഇഷ്കാല് ഉൽത്തു. അതിന് മറുപടി ഇന്നുരീദ ബിഹി, ഇതുകൊണ്ട് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ അക്സർ ഇന്നുരീദ ബിഹി എന്ന് പറഞ്ഞാല് ഈ കൗല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കൈഫയുജുബറു എന്ന് പറഞ്ഞാൽ സുഹാല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നഹു ജാബിറുൻ ലിൽ മത്രൂക്കി അവിൽ മഫഊലി ബിമാന അന്നഹു നായിബുൻ ഹത്താ യസീറുൽ അവ്വലു കൽ മഫഊലി വസ്സാനി കൽ അദ്മി ഫഹുവ ഖദ് യകൂനു അക്സറ. ഖുൽതു ഇൻ ഉരീദ ബിഹി എന്ന് പറഞ്ഞാൽ ഈ സുജൂദ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, ഉരീദ ബിഹി എന്ന് പറഞ്ഞ ബിഹി സുജൂദിലേക്ക്. അപ്പൊ ആ സുജൂദ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, അതായത് അല്ലാഹു തആല അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഇങ്ങനെ സുജൂദ് സഹ്വ് ശറഅക്കിയല്ലോ. അപ്പൊ ആ ശറഅ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അന്നഹു ആ സുജൂദ് ജാബിറിന് അത് പരിഹരിക്കുന്നതാണ്, ലിൽ മത്രൂക്കി ഒന്നില് ഒരു ഒഴിവാക്കിയ കാര്യത്തിനെ പരിഹരിക്കുന്നതാണ്. അപ്പൊ തഹിയ്യാത്ത് ആദ്യത്തത് അത് ഒഴിവാക്കി മറന്നുപോയി, അല്ലെങ്കിൽ കുനൂത്ത് മറന്നുപോയി, അല്ലെ എന്റെ ശേഷമുള്ള സലാത്ത് മറന്നുപോയി, അപ്പൊ ഇത് മത്രൂക്കാണല്ലോ, അതിന് പരിഹാരമായിട്ട് ചെയ്യാന്ന പകരമായിട്ട്. അവിൽ മഫഊലി അല്ലെങ്കിൽ മഫഊലിന് പകരമായി ചെയ്യുക, അതിനെ പരിഹരിക്കും. മഫഊലിന് പകരമാകുക എന്ന് പറഞ്ഞാൽ എന്താ? അത് രണ്ടിനും കൂടി പറയുന്നു. ബിമാന അന്നഹു നായിബുൻ, മത്രൂക്കിനെ ജബർ ചെയ്യുന്നതാണെങ്കിലും പരിഹരിക്കുന്നതാണെങ്കിലും മഫഊലിന് പരിഹാരമാകുന്നതാണെങ്കിലും എന്താണ്? ഈ സുജൂദ് നായിബാണ്, പകര. മത്രൂക്കിന്റെയും മഫൂലിന്റെയും പകരാണ്. അപ്പൊ മത്രൂക്കിന്റെ പകരമാകുമ്പോ മഫൂലിന്റെ പകരമാകുമ്പോ എന്താവും? മത്രൂക്കിന് പകരം എന്ന് പറഞ്ഞത് ലാഹിറാണ്, മഫൂലിന് പകരം എങ്ങനെയാകുക? അതാ പിന്നെയും വിശദീകരിക്കുന്നത്. ഹത്താ യസീറൽ അവ്വലു കൽ മഫഊലി. അപ്പൊ ഈ സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ ആ മത്രൂക്ക് പ്രവർത്തിക്കപ്പെട്ടതുപോലെയാകും. അപ്പൊ പകരമായല്ലോ, പരിഹാരമായല്ലോ. ആ മത്രൂക്ക് മഫഊല് പോലെയാകും ഈ സുജൂദ് ചെയ്താല്. വസ്സാനി രണ്ടാമത്തതാകും കല്ലാദ്മി, അതായത് ചെയ്തത് എന്താണ്? പിന്നെ മഫഊല് എന്ന് പറഞ്ഞപ്പോ ഏതാ? ഒരു റക്അത്ത് അധികം നിസ്കരിച്ച്, അല്ലെ? ഒരു റക്അത്ത് അധികം നിസ്കരിച്ചു പോയി, അല്ലെങ്കിൽ 3 സുജൂദ് ചെയ്തു പോയി. സുജൂദ് കഴിഞ്ഞ മൂന്നാമത്തെ കഴിഞ്ഞതിന് ശേഷമാണ് എന്തായത്? ഇവന് ആ 3 സുജൂദ് ചെയ്തതെന്ന് ഇവന് ഓർമ്മയായത്. അപ്പോ ഇത് പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതാ അസാനി ആ മഫഊല് കല്ലാദ്മി, അത് ചെയ്യാത്ത പോലെയാകും, അത് ചെയ്യാത്ത പോലെയാകും. അപ്പൊ സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ 2 സുജൂദ് ചെയ്ത പോലെ തന്നെയായി എന്നാ. അതാ പരിഹരിക്കാൻ തന്നെ. ഫഹുവ ഖദ് യകൂനു അക്സറ, എങ്കില് എന്താണ്? ആ ഷെയ് ആകും. അല്ല, അതെ, യുജുബറു ഷെയ്ഉ ജബർ ഫഹുവ ഖദ് യകൂനു അക്സറ. ആ എന്താണ്? ജാബിർ ജബർ ചെയ്യുന്ന കാര്യം അത് അക്സറാകും, ഷെയ്ഇനേക്കാൾ അക്സറാകും എന്നർത്ഥം. പിന്നെ ഏതുപോലെ? കഹുവ ലി തെർക്കി കെലിമത്തിൻ മിനൽ കുനൂത്തി, ആ സുജൂദാകും പോലെ. എന്തിന്? കുനൂത്തിൽ നിന്നുള്ള ഒരു കെലിമത്ത് ഒഴിവാക്കിയതിന്. കുനൂത്തിൽ നിന്ന് ബഅദ് ഒഴിവാക്കിയാലും സുജൂദ് ചെയ്യണമല്ലോ. അപ്പൊ അതിന് ഒരു കെലിമത്ത് ഒഴിവാക്കി, അതിന് സുജൂദിന്റെ സഹ്വിന്റെ സുജൂദ് ചെയ്ത്. അപ്പൊ എന്തായി? ഇത് ഷെയ്ഇനേക്കാൾ അക്സറായില്ലേ? കുനൂത്തിന്റെ ഒരു കെലിമത്തല്ലേ ഒഴിവാക്കിയുള്ളൂ.
ഔ സിയാദത്തി സജിദത്തിന്, അല്ലെങ്കിൽ എന്താണ് ഒരു സുജൂദ് വർദ്ധിപ്പിച്ചു, അതിന് പകരം ചെയ്യുമ്പോൾ എന്താക്കണം 2 സുജൂദ് ചെയ്യണം അല്ലെ. ഏതിന്റെ സുജൂദ് 2 അല്ലേ. ഔ ജൽസത്തിന്, അല്ലെങ്കിൽ ഒരു ഇരുത്തം അധികമായി, ഒരു ഇരുത്തം അധികമായതിന് 2 സുജൂദ് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു ഇരുത്തം വരുമല്ലോ, അപ്പൊ അക്സറായില്ലേ. അപ്പൊ ഇങ്ങനെ ആ അക്സർ കൊണ്ടിട്ടുണ്ടാകും എന്നറിഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ ബഹു എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അന്നഹു ജാബിറുൽ മത്രൂക്കി അവിൽ മഫൂലി ഔ അന്നഹു ജാബിറുൽ നഫ്സി സലാത്തി. ഈ മത്രൂക്കിനെയും മഫൂലിനെയും പരിഹരിക്കുന്നതല്ല, അതായത് അതിന് പകരം വരുന്നതല്ല ഈ അർത്ഥത്തിന്. പിന്നെന്താണ് ആ സുജൂദ് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്? പിന്നെ അന്നഹു ജാബിറുൽ നഫ്സി സലാത്ത്, നിസ്കാരത്തിനെ തന്നെ പരിഹരിക്കുന്നതാണ്. നിസ്കാരത്തിന് പരിഹാരമാകുക എന്ന് പറഞ്ഞാൽ എന്താ? ഐ ദാഫിഉൽ നഖ്സിഹ, ആ നിസ്കാരത്തിൽ സംഭവിച്ചു പോയ നുക്സാനുണ്ടല്ലോ, ഖലല്, ഒരപാകത, അതിനെ ദഫ് ചെയ്യുന്നതാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞത് അത് അയിമ്മത്തിന്റെ 2 അഭിപ്രായമാണ്. സുജൂദ് സഹ്വ് എന്തിനാണ് ജബർ ചെയ്യുന്നത്? അപ്പൊ ആദ്യം പറഞ്ഞുകൊണ്ട് ഇതുണ്ട്. അപ്പൊ 2ന്റെ മേലെ എടുത്തിട്ടാണ് മറുപടി പറയാ. ഓഹുലായക്കുനു ഇല്ല അഖല്ല മിൻഹ, എങ്കില് അത് എന്താണ് ദാഫിഉൽ നഖ്സിഹ, നിസ്കാരത്തിന്റെ നഖ്സിനെ ദഫ് ചെയ്യുന്നതാണ് എന്നർത്ഥത്തിന് അത് ജാബിറുൽ നഫ്സി സ്വലാത്താണ്. വഹുവലായക്കുനു ഇല്ല അഖല്ല മിൻഹ, ആ ജാബിർ എന്താകണം? നിസ്കാരത്തിനേക്കാൾ അക്കല്ലായിട്ടല്ലാതെ ആകാൻ പാടില്ല എന്നുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫമംനൂൻ, അത് സമ്മതിക്കാൻ പറ്റൂല. അത് സമ്മതിക്കാൻ പറ്റൂല. ഇതിൽ ജാബിറു ലായൻ ഹെസറുഫി ദാലിക, കാരണം ജബർ ചെയ്യുന്ന കാര്യം അക്കല്ലാകണം എന്നാരേ പറഞ്ഞ്? അതില്ലല്ലോ. ഇവിടെ നിസ്കാരത്തിൽ നിന്നല്ല, അത് അല്ലാത്ത സ്ഥലത്തുണ്ട്. ജബർ ചെയ്യുന്ന കാര്യം ഇതിൽ മുൻഹസർ അല്ല എന്ന് പറഞ്ഞാൽ അതാലിക്കാൻ തന്നെ അക്കല്ലിൽ മുൻഹസർ അല്ല, അക്സറും ആകാം. അതിന് പറയുന്ന അലാത്തറ നിനക്ക് കണ്ടൂടെ, വാളിഹായ തെളിവാകുമ്പോഴേ അലാത്തറ നീക്കുക. അന്നൽ മുജാമിയ ജിമായി ചെയ്തവൻ ഫി യൗമിൻ മിൻ റമളാന, റമളാനിൽ നിന്ന് ഒരു ദിവസം പകല്, റമളാനിൽ നിന്നുള്ള ഒരു പകലില് ജിമായി ചെയ്തു, നോമ്പുകാരനായിട്ട് ജിമായി ചെയ്ത് നോമ്പ് ബാത്തിലാക്കി. ഇതാലം യത്ഖിദ്റ അലൽ ഇത്ഖ്, ഇവൻ ഇത്ഖ് ചെല്ലണം. അതിന് കഴിയുന്നില്ലെങ്കിൽ യസൂമു ഷഹറൈൻ, 2 മാസം നോമ്പ് വിൽക്കണം അല്ലേ. വഹുമ അക്സറു മിനൽ മജ്ബൂരി, ഇത് പരിഹരിക്കപ്പെടുന്നതിനേക്കാൾ അക്സറാണ് 2 മാസം എന്ന് പറഞ്ഞത്. അത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസത്തെ നോമ്പിനെയാണ് പരിഹരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് 2 മാസം നോമ്പ് വിൽക്കണ്ടേ, എത്രയോ കൂടുതലാ. അതായത് നേരത്തെ ജബർ ചെയ്യും എന്ന് പറഞ്ഞിട്ട് നിസ്കാരത്തിൽ പറഞ്ഞില്ലേ, ആ പറഞ്ഞ എന്താണ് മത്രൂക്ക് അല്ലെങ്കിൽ മഫ്ഊല്, അതിനെ ജബർ ചെയ്യുക, അല്ലെങ്കിൽ നിസ്കാരത്തിനെ മൊത്തം ജബർ ചെയ്യുക. ആ 2 സാധ്യത ഇവിടെയുണ്ട്. ആ ഒരു ദിവസത്തെ നോമ്പിനെ ജബർ ചെയ്യുക, അല്ലെങ്കിലോ റമളാൻ മൊത്തം നോക്കുമ്പോൾ ഇവൻ ഒരു ദിവസത്തെ നോമ്പ് വാത്തിലാക്കി എന്നുള്ളത് മൊത്തം റമളാൻ ഒരു നുക്സാനല്ലേ. അപ്പൊ ആ ജബർ പരിഹാരം വരുന്നത് ഒരു മാസത്തേക്ക് ഒന്നായിട്ടാണ്. അതാ പിന്നെ പറയുന്നത് സവാഉന ജഅൽനാഹു, ആ മജ്ബൂറിനെ നമ്മൾ ആക്കിയാലും സമമാണ് അല്യൗമ, ഒരു ദിവസം. ഏത് ദിവസം? ആ ജിമാ ചെയ്ത ദിവസം. അല്യൗമ എന്ന് പറഞ്ഞാൽ നേരത്തെ കഴിഞ്ഞ ദിവസം. അവിശ്ശഹറ, അല്ലെങ്കിൽ ഒരു മാസം മുഴുവനാക്കുക എന്ന് പറഞ്ഞാല് നിസ്കാരത്തിന് മൊത്തത്തിൽ ജബറാണ് എന്ന് പറയുന്ന പോലെ റമളാൻ മാസത്തിന് മൊത്തം സംഭവിച്ച ന്യൂനതയ്ക്ക് ജബറാണ് എന്ന് പറഞ്ഞാലും അതിനേക്കാൾ അധികമാണല്ലോ ഈ 2 മാസം എന്ന് പറയുന്നത്. അപ്പോ അക്സർ കൊണ്ട് പരിഹരിക്കൽ വേറെ ഉണ്ട്, അക്കല്ലുകൊണ്ട് തന്നെ പരിഹരിക്കണമെന്നില്ല. ലായുക്കാലു അസൗമു ബദലുൻ അനിൽ ഇത്ഖ്, അപ്പൊ അങ്ങനെ ആകുമ്പോ ഇത് ഇത്ഖിന് പകരമാണ് എന്ന് പറയണ്ട. ഇത്ഖിന് പകരമാണെന്നുണ്ടെങ്കിൽ എന്താണ് ജബർ അക്സർ കൊണ്ടാകുന്നില്ലല്ലോ. ജബർ എന്തുകൊണ്ടാകുന്ന? ഇത്ഖ് കൊണ്ടാകുന്ന. ഇത്ഖ് സാധിക്കാത്തത് കൊണ്ട് പകരം നോമ്പ് വിൽക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ 2 മാസത്തെ നോമ്പ് എന്ന് പറഞ്ഞത് ഒരു നോമ്പിനോ അല്ലെങ്കിൽ ഒരു മാസത്തെ നോമ്പിനോ ജബർ ചെയ്യുന്നതല്ല, അത് ഇത്ഖാണ് ശരിക്കും ജാബിർ എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. അങ്ങനെ പറയേണ്ട, കാരണം അന്നഹാദ റയ്യുൻ, അതൊരഭിപ്രായമാണ്. വല്ലസഹു, അവിടെ തന്നെ അസഹ എന്താ? അന്ന കുല്ലം മിൻ ഹസലത്തയിൽ കഫാറത്തിൽ അഖീറത്തൈനി, കഫാറത്തിന്റെ അവസാനത്തെ 2 കാര്യങ്ങളും ഇത്ഖ് അല്ലെ എന്താണ് 2 മാസം നോമ്പ് വിൽക്കുക, അല്ലെങ്കിൽ 60 മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞില്ലേ, ഇത്ആമ് എന്ന് പറഞ്ഞ. അപ്പൊ ആ സൗമ് ഇത്ആമ് ഇത് എന്ന് പറഞ്ഞത് മുസ്തഖിലാണ്, എന്തിനെ തൊട്ട് പകരല്ല, ഇത്ഖിന്റെ പകരം എന്നല്ല. ബദലുൻ അമ്മ ഖബലഹു, ഈ 2 മുമ്പുള്ള ഇത്ഖിനെ തൊട്ട് പകരം അല്ല എന്നുള്ളതാണ് സഹീൻ. പിന്നെ അപ്പൊ ഇത്ഖാണ് ജാബിർ. അതിന് കഴിയുന്നില്ലെങ്കിൽ ജാബിർ എന്താണ്? ജബർ ചെയ്യുന്നത് ഈ നോമ്പ് തന്നെ. അല്ലെങ്കിൽ ജബർ ചെയ്യുന്ന എന്താ? നോമ്പിന് കഴിയുന്നില്ലെങ്കിൽ ഇത്ആമ് തന്നെയാണ് ജബർ ചെയ്യുന്നത്. അപ്പൊ മുസ്തഖിലും ഫിൽ ജബരി എന്നർത്ഥം. ഇനി വദാലിക ലിൽ അഹാദീസിൽ ആതിയത്തി, എന്താണ്
ശേഷം വരുന്ന ഹദീസുകൾക്ക് വേണ്ടിയാണ്. എന്ത്? സഹ്വിന്റെ സുജൂദ് സുന്നത്താണ് എന്നതാകുന്നത്. ദാലിക്കന്റെ ഇഷാറത്ത് അതിലേക്കാ. ഹദീസിൽ ആത്തിയെത്തി ശേഷം ഹദീസുകൾ വരുന്നുണ്ട്. അപ്പൊ ഇത് ജബർ ചെയ്യുന്നതാണ് നിർബന്ധാകണ്ടേ. ഹജ്ജിലൊക്കെ അങ്ങനെയല്ലേ? ഹജ്ജില് എന്താണ്, ഇങ്ങനെ ഖലലുകൾ വന്നാൽ, അപാകതകൾ വന്നാൽ അപ്പൊ എന്താവും? ദമ് വാജിബാകല്ലേ ചെയ്യാ? ജാബിറായ ദമല്ലേ അവിടെ ഉണ്ടാകുക? അർത്ഥം കൊടുക്കണോ? അത് വാജിബല്ലേ? അപ്പൊ അതുപോലെ ഇവിടെ സുജൂദ് വാജിബാകണ്ടേ? അത് വാജിബായില്ല. വലം യജിബ് വാജിബായില്ലല്ലേ അന്നഹു ലം യനുബ് അൻ വാജിബിൻ. കാരണം ഇത് വാജിബിനെ തൊട്ട് പകരമല്ല. ബി ഖിലാഫി ജുബ്റാനിൽ ഹജ്ജി. ഹജ്ജിന്റെ അവിടെ ജുബ്റാന് എന്താണ്? അത് വാജിബിനെ തൊട്ട് പകരാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ വാജിബായത്. ഇവിടെ വാജിബിനെ തൊട്ട് പകരല്ല. അവിടെ വാജിബാത്തുകളിൽ ഒന്ന് തെർക്ക് ചെയ്താൽ, അല്ലെങ്കിൽ മുഹറമാത്തിലെ ഹറാമിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ എന്നല്ലേ? അപ്പൊ അത് വാജിബിനെ തൊട്ട് പകരമായിട്ടാ വരിക. അതുകൊണ്ട് വാജിബായി. ഇവിടെ അങ്ങനല്ല. വൈന്നമായുസന്നു. പിന്നെ സുന്നത്താകലപ്പോഴാ സുന്നത്തുൻ ഇന്ദ തെർക്കി മൗമൂരിൻ ബിഹി ഔ ഫേലി മൻഹിയിൻ അൻഹു എന്നാണ് മത്തിന്. അപ്പോ എന്ത്? കൽപ്പിക്കപ്പെട്ടൊരു കാര്യം ഒഴിവാക്കുമ്പോ അത് സുന്നത്തായി. കൽപ്പിക്കപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? തെർക്കി മൗമൂരിൻ ബിഹി. മൗമൂരിൻ ബിഹി എന്ന് പറഞ്ഞത് ബിഹി അതിന്റെ നായിഫായിലാണല്ലോ അല്ലേ? പിന്നെ ഉമിറ ബിഹി എന്നല്ലേ പറയാ? മിനസ്സലാത്തി. ആ മൗമൂറും ബിഹി എന്തിനാല്? മിനസ്സലാത്തി, നിസ്കാരത്തിൽ നിന്ന് എന്താണ്? അതിൽ നിന്നുള്ള മൗമൂറു ബിഹി. അത് മൊത്തം എന്താണ് ഒഴിവാക്കിയെന്നല്ല, മിന്ന് തബേലിയാണ്. ഓരോ എഹ്തിമാലൻ. ആ തെർക്ക് എഹ്തിമാലാണെങ്കിലും ഉറപ്പാകണമെന്നില്ല. അതെങ്ങനെ? ബിയാൻ ഷക്കാഹൽ ഫഅലഹു ഔല, ചെയ്തോ ഇല്ലെന്ന് സംശയിച്ചാല് ഒഴിവാക്കി എന്നുള്ളത് സാധ്യത ഉണ്ടല്ലോ. അപ്പൊ സുന്നത്തിന്റെ അവ ഫേലി ഷെയ്ഇൻ മൻഹിയുൻ അൻഹു, അല്ലെ മൻഹിയുൻ അൻഹു ആയ കാര്യം ചെയ്യുമ്പോ ഷെയ്ഇൻ എന്ന് അവിടെ തക്തീറാക്കിയല്ലേ? ഫേലി ഷെയ്ഇൻ മൻഹിയുൻ അൻഹു. തെർക്കി മൗമൂരിൻ ബിഹി എന്നുള്ളിടത്ത് അവിടെ സങ്കല്പിച്ചതുമില്ല. സങ്കല്പിച്ചാൽ എന്താവും? മൻഹിയിൻ അൻഹു എന്ന് പറഞ്ഞ ലമീറ ഷെയ്യിലേക്കാവും. പിന്നെ ഇല്ലെങ്കിലോ മൗമൂരും ബിഹിന്റെ കൂടെ പോലെ നായിഫായിലാവുകയും ചെയ്യും. ഫിഹ, എവിടെ മൻഹിയുൻ അൻഹു ആയ കാര്യം? നിസ്കാരത്തിലുള്ളതാണ്. ഓരോ എഹ്തിമാലൻ, അവിടെയും എന്താണ്? എഹ്തിമാലാണ്. യക്കീനായി എന്താണ് ചെയ്യണമെന്നില്ല. അപ്പൊ തെർക്കും ഫീലും യക്കീനാകണമെന്നില്ല. എഹ്തിമാലായാൽ മതി. എഹ്തിമാലായാൽ മതി എന്ന് പറഞ്ഞാൽ ചെയ്തോ ഇല്ലെന്ന് സംശയമാകുക. അപ്പൊ ചെയ്തു എന്നുള്ള എഹ്തിമാലും ഒന്നല്ല. അപ്പൊ എന്തായി? സേവിന്റെ സുജൂദ് വേണം. ഫലായരിദു അലൈഹി മാലവ് ശക്ക. അപ്പോ അങ്ങനെ ഒലോ എഹ്തിമാലൻ എന്ന് പറയുന്നതനുസരിച്ച് മുസന്നിഫിന്റെ മേലെ ഇത്റാളായി വരൂല. എന്ത്? 3 നിസ്കരിച്ചത് 4 നിസ്കരിച്ചത് എന്ന സംശയം വരുന്ന രൂപം ഇത്റാളായി വരൂല. ഖിലാഫൻ ലിമൻ സഅമഹുന, ഇത്റാളാകും എന്ന് വാദിച്ചവർക്കെതിരായിട്ടാണ് ഇത് ഞാൻ പറയുന്നത്. അഖൂലു ഹാദാ ഖിലാഫൻ ലിമൻ സഅമഹു എന്നല്ലേ? അല്ലെ ഉഖാലിഫു ഫീഹി ഖിലാഫൻ ലിമൻ സഅമഹു എന്നൊക്കെയാണ് അവിടെ തഖ്ദീർ ചെയ്യുക. പിന്നെ മാലോ ഷക്ക, സംശയിക്കുന്ന രൂപം ഇത്റാളായി വരൂല. എന്താ ഇവൻ സംശയിച്ചത്? സല്ലാ സലാതന്ന അമർബാൻ. കാരണം അപ്പോ 3 4 നിസ്കരിച്ചത് എന്ന് സംശയമുണ്ടാകുമ്പോ എന്താണ് അവിടെ മൗമൂറും ബിഹി ഒഴിവാക്കിയത്? എന്താ? മൗമൂറും ബിഹി ഒഴിവാക്കിയതിനാണല്ലോ അവിടെ സുജൂദ് ചെയ്യുന്നത്. അതാ ഫഇന്ന സുജൂദഹു ബി ഫർളി അദ്മി സിയാദത്തി. അപ്പൊ 3 4 നിസ്കരിച്ചത് എന്ന് സംശയം വരുമ്പോ എന്താക്കണം? 3 എന്നെടുത്തിട്ട് 1 റക്അത്തും കൂടി നിസ്കരിക്കണം, എന്നിട്ട് സഹ്വിന്റെ സുജൂദ് ചെയ്യണം. അങ്ങനെയുള്ള മസല. 4 റക്അത്തുള്ള നിസ്കാരാണിത്. ളുഹ്റോ അസ്റോ ഇശാണ്. അപ്പൊ എന്ത് ചെയ്തു? ഇവന് അവസാനത്തെ റക്അത്തിലാണ്. അപ്പൊ ഇത് 3 4 എന്ന് സംശയം. അപ്പൊ ഇത് 3 വെച്ചിട്ട് ഒന്നുകൂടെ നിസ്കരിക്കണം. ഒന്നുകൂടെ നിസ്കരിക്കുമ്പോ എന്താകാം? ചിലപ്പോ ഈ നിസ്കരിക്കുന്ന 1 5ാമത്തെ റക്അത്തും ആകാം, അല്ല എന്താണ് 4ാമത്തെ റക്അത്തും ആകാം. ഇങ്ങനെയുള്ള സാധ്യത. അപ്പൊ ഇന്ന സുജൂദഹു, ഇവൻ പിന്നെ സുജൂദ് ചെയ്യുമ്പോ ബിഫർലി അദ്മി സിയാദത്ത് ഉണ്ടായിട്ടില്ല എന്ന സങ്കല്പത്തിൽ. അതായത് ഇവന് 3 4 എന്ന് സംശയിച്ചു, 3 ആക്കിയിട്ട് 4ാമത്തെ നിസ്കരിക്കുമ്പോ യഥാർത്ഥത്തിൽ ഇവ 3 തന്നെ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോ എന്താണ് 1 റക്അത്തും കൂടി നിസ്കരിക്കുമ്പോ 4 തന്നെയല്ലേ? അധികമില്ലല്ലോ. അധികമില്ല എന്ന സങ്കല്പത്തിന്റെ മേലെടുത്താൽ എന്തിനാണ് ഇവൻ സുജൂദ് ചെയ്യുന്നത്? തെർക്കിഹി, ഇവൻ ഒഴിവാക്കിയതിനു വേണ്ടിയാണ്. അത്തഹഫുൽ മൗമൂറ ബിഹി, ഇവൻ ഹിഫ്ള് ചെയ്യുക, ശ്രദ്ധയുണ്ടായിരിക്കുക, ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഹിഫ്ലാക്കണം. ആ തഹഫുല് എന്ന് പറഞ്ഞത് മൗമൂറു ബിഹി ആയ കാര്യമാണ്. നിസ്കാരത്തിലെ
എത്രയാ നിസ്കരിക്കുന്നത് എന്നൊക്കെ ശ്രദ്ധ വേണം എന്നുള്ള കൽപ്പിക്കപ്പെട്ട കാര്യം. അപ്പൊ അതിനെ ഒഴിവാക്കിയത് കൊണ്ടാണ് അല്ലേ. അല്ലാതെ അസല്ലാ സലാസന്നം മർബാൻ എന്ന് പറയുന്ന അനുസരിച്ച് അവിടെ എന്താണ് ഇതിന്റെ മേലെ ഇത്രാലായി വരുമല്ലോ. അവിടെ മൗമൂറ് ഒഴിവാക്കിയിട്ടുമില്ലല്ലോ, മൻഹി ചെയ്തിട്ടുമില്ലല്ലോ എന്നാ ഇത്രാല്. അപ്പൊ ഇങ്ങനെ പറയുമ്പോ എന്താണ്, നിസ്കാരത്തിൽ നിന്നിട്ട് അല്ലെങ്കിൽ നിസ്കാരത്തിൽ എന്താണ് ഒരു മൗമൂറ് മൻഹി എന്ന് പറഞ്ഞാൽ ഇവിടെ തെർക്കു തഹഫുലാണ്. വബി ഫർലിഹ, ഇനി സിയാദത്ത് സംഭവിച്ചെന്ന് വെച്ചാലോ, ഇവ 3 ആക്കിയിട്ട് ഒന്നും കൂടി നിസ്കരിക്കുമ്പോ യഥാർത്ഥത്തിൽ ഇവന്റെ 3 ആയിരുന്നില്ല, യഥാർത്ഥത്തിൽ 4 ആയിരുന്നു. അപ്പൊ ഒന്നുകൂടി നിസ്കരിച്ചപ്പോ 5 ആയില്ലേ. അങ്ങനെ സിയാദത്ത് സങ്കൽപ്പിക്കൽ കൊണ്ട് അപ്പൊ ഇവന്റെ സുജൂദാകുന്നതിൽ ഫിഅലിഹിൽ മൻഹിയ അൻഹു, അപ്പൊ മൻഹിയുൻ അൻഹു ചെയ്തതിന് വേണ്ടിയാണ് ഫിയാ നിസ്കാരത്തില്. അപ്പോഴോ മൻഹിയുൻ അൻഹു എന്താ, അത് സിയാദത്ത് എന്ന് പറഞ്ഞത് അല്ലെ. ആ സിയാദത്ത് എഹ്തിമാലാണ്, ഇവന് ഉറപ്പില്ലല്ലോ. അപ്പൊ അതാണ് വലവ് എഹ്തിമാലൻ എന്ന് പറഞ്ഞ മൻഹിയുൻ അൻഹുവിന്റെ മേല് തഫ്രീ ആയിട്ട് ഫലാ യരിദു എന്ന് പറഞ്ഞത് ഇതിന്റെ 2ാമത്തെ ഭാഗം നോക്കിയിട്ടാ. പിന്നെ ബഹുവ ലം യഖ്റുജ അൻഹുമാ, അപ്പൊ ഈ സുജൂദ് ലം യഖ്റുജ് ഖാരിജായിട്ടല്ല, അൻഹുമാ എന്ന് പറഞ്ഞാല് ആ മൗമൂറും ബി ഒഴിവാക്കുക, മൻഹിയുൻ അൻഹു ചെയ്യുക എന്ന് പറഞ്ഞ ഈ 2ൽ നിന്ന് ഒഴിവായിട്ടില്ല, അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നായി. അപ്പൊ ഇതിനു വേണ്ടിയാണ് സുന്നത്ത് ഫല്ല പോലും. ഇനി ആ മൗമൂറും ബിഹി അൽ മത്രൂക്കു, മത്രൂക്കായ ഇവനെ ഒഴിവാക്കിയത് കൽപ്പിക്കപ്പെട്ടതാണ്, ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടതാണ്, പക്ഷെ ഇവനെ ഒഴിവാക്കി. മിന്നൈസു ഹുവ, അത് അതിന്റെ ധാത്തുവള്ള നോക്കിയിട്ട്, അതായത് ഒഴിവാക്കിയതിന്റെ ശേഷം സുജൂദ് മശ്റൂ ആകുക എന്ന നിലക്കല്ല എന്ന് ഇബ്നു ഖാസിം പറഞ്ഞ. മിന്നൈസു ധാത്തുഹു എന്ന് പറഞ്ഞാൽ ഐ ബി ഖത്ഇന്നൽരി അനി സുജൂദി ലി തർക്കിഹി, ഇത് ഒഴിവാക്കിയതിന് വേണ്ടി സുജൂദ് ചെയ്യണം എന്നത് നോക്കാതെ, അത് നോക്കാതെ എന്താണ് ഇൻകാന റുക്കനൻ, അത് റുക്കനാണെങ്കിൽ, ആ ഒഴിവാക്കപ്പെട്ട കാര്യം അത് റുക്കനാണെങ്കിൽ എന്നോ, പിന്നെ വജബ തദാറുക്കുഹു, വീണ്ടെടുക്കണം അല്ലെ. അപ്പോ ഒരു സുജൂദ് ഒഴിവായിന്ന് ഓർമ്മ ആയാൽ എന്താക്കണം, അത് വീണ്ടെടുക്കണം. വലായുഗ്നി അൻഹു സുജൂദു സഹ്വി, അതിന് പകരം സഹ്വിന്റെ സുജൂദ് ചെയ്താൽ പോരാ, അത് റുക്കനല്ലേ. ലി തവഖുഫി ഉജൂദിൽ മാഹിയത്ത് അലൈഹി, കാരണം നിസ്കാരത്തിന്റെ മാഹിയത്ത് അത് ഉണ്ടാകുക എന്നുള്ളത് ഈ റുക്കിനിന്റെ മേൽ തവഖുഫാണ്. അപ്പൊ റുക്കിന് പകരം എന്ത് നിൽക്കൂല, സുജൂദു സഹ്വ് നിൽക്കൂല. എന്നിട്ട് ഇത് റുക്കിനാണെങ്കിൽ എന്താണ്, അവിടെ 2 രൂപം വരും. വഖദ് യുശ്റഉ സുജൂദു വഖദ് ലാ യുശ്റഉ എന്ന് പിന്നെ തുഹ്ഫ പറയുന്നുണ്ട്. സുജൂദ് സഹ്വിന്റെ സുജൂദ് മശ്റൂ ആകും ചിലപ്പോ, ലിസ്സഹ്വി മഅ തദാറുക്കിഹി, ഇത് വീണ്ടെടുക്കുമ്പോ എന്താണ്, വീണ്ടെടുക്കലോടുകൂടെ ആ സഹ്വിന് വേണ്ടിയുള്ള സുജൂദ് മശ്റൂ ആകും. ഏതുപോലെ, കസിയാദത്തിൻ ഹസലത്ത് ബി തദാറുക്കി റുക്കിനിൻ, കസിയാദത്തിൻ ലി സിയാദത്തിൻ ലാമല്ല എന്നർത്ഥം, സിയാദത്ത് പോലെ. കസിയാദത്തിൻ എന്ന് പറഞ്ഞ തൗലീഹിന് വേണ്ടി പറയാണെന്ന് പറയുന്നുണ്ട്. എപ്പോഴാണ് സുജൂദ് മശ്റൂ ആകുക, കസിയാദത്തിൻ സിയാദത്തുണ്ടാകും പോലെ, അപ്പൊ മശ്റൂ ആകും പോലെ. തദാറുക്കോടുകൂടെ സഹ്വിന് വേണ്ടി സുജൂദ് മശ്റൂ ആകൽ എപ്പോഴാ, കസിയാദത്തിൻ സിയാദത്തുണ്ടാകും പോലെ എന്നർത്ഥം. ഹസലത്ത്, ആ സിയാദത്ത് ഹാസിലായി എന്താണ്, ബി തദാറുക്കി റുക്കിന്, നേരത്തെ പറഞ്ഞ നഷ്ടപ്പെട്ട റുക്കിന് വീണ്ടെടുക്കണം. അപ്പൊ വീണ്ടെടുക്കുമ്പോ വേറെ സിയാദത്ത് വന്നു. അതായത് 2ാമത്തെ സുജൂദ് കിടന്നപ്പോഴാണ് എന്താക്കിയത്, ഇവന് റുക്കുഴ ഒഴിവായല്ലോ എന്ന് ഓർമ്മയായത്. പെട്ടെന്ന് റുക്കുഴ പോണ്ടേ, റുക്കുഴ പോയി പിന്നെ ഇത്തിദാൽ ചെയ്ത് പിന്നെ ഇങ്ങനെ 1ാമത്തെ സുജൂദ്, പിന്നെ 2ാമത്തെ സുജൂദിലേക്ക് എത്തണം. അപ്പൊ 1ാമത്തെ സുജൂദ് ഇപ്പൊ സിയാദത്തല്ലേ, അങ്ങനെ ഇടയിലിരുത്തം ഇങ്ങനെ വരുമല്ലോ കുറെ സിയാദത്ത്. അതാ കമാ സബഖ ബയാനു തിൽക സിയാദത്ത് ഫി ആഖിരി മബഹസി തെർത്തീബിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. പിന്നെ അപ്പൊ ഈ സിയാദത്തുണ്ടാകും പോലെ സിയാദത്തുണ്ടാകും പോലെ എന്ന് പറഞ്ഞാല് ഈ തദാറുക്കോടുകൂടെ സുജൂദ് സഹ്വിന്റെ സുജൂദ് മശ്റൂ ആകും ചിലപ്പോൾ എന്നല്ലേ. വഖദ് യുശ്റഉന, ആ മശ്റൂ ആകുന്നതിന് ഉദാഹരണമാണ് കസിയാദത്തിൻ എന്ന് പറഞ്ഞാല് എന്താണ്, ശറഇ സുജൂദി ലി സിയാദത്തിൻ എന്നാവും. ആ സിയാദത്തിന് വേണ്ടിയുള്ള സുജൂദ് പോലെയെന്ന്, അതൊരു ഉദാഹരണമാണ്. വഖദ് ലാ യുശ്റഉ, ചിലപ്പോ മശ്റൂ ആകുകയില്ല. കമായിദാ കാനൽ മത്രൂഖു സലാമാ, ആ റുക്കിനായ മത്രൂക്ക് സലാമാകും പോലെ. സലാമായാല് സലാം ഒഴിവാക്കി ഇവനിങ്ങനെ ഇരുന്ന് കുറെ കഴിഞ്ഞ് വൈദാ ദക്കറഹു, പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്ത് ഇവനതിന് ഓർമ്മ ആയത്.
ആ മത്രൂക്കിന് ഓർമ്മയായത്, ഞാൻ സലാം വീട്ടിയില്ലല്ലോ എന്നിങ്ങനെ ഓർമ്മയായി. ഔ ഷക്ക ഫീഹി, അല്ലെങ്കിൽ സംശയിച്ചു സലാം വീട്ടിയോ ഇല്ലേ എന്നിങ്ങനെ സംശയിച്ചു പോയി. വലം എത്തി ബി മുബത്തിലിൻ, ഇവന് എന്താണ് ഇരുന്നിട്ട് അതിന്റെ ഇടയിൽ എന്ത് ചെയ്തിട്ടില്ല, നമസ്കാരം ബാത്തിലാകുന്ന കാര്യമൊന്നും ചെയ്തിട്ടില്ല, വർത്താനം പറയാൻ ഇങ്ങനെ ഇളകി എഴുന്നേറ്റ് പോകുകയൊന്നും ചെയ്തിട്ടില്ല. അത്താബിഹി, എന്നാൽ ആ സലാം വീട്ടണം. വൈൻ താലൽ ഫസുൽ, കുറെ കഴിഞ്ഞിട്ടാണെങ്കിലും ശരി, മുഖത്തിലൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതേ ഇരുത്തത്തിലാണെങ്കിൽ സലാം വീട്ടിയാൽ മതി. വലായസുദോടെ സുജൂദ് ചെയ്യരുത്. കാരണം എന്താ, ഫവാത്തി മഹല്ലി സുജൂദി ബിഹി, ആ സലാമോടുകൂടെ, ബിഹി എന്ന് പറഞ്ഞാല് ആ സലാമോടുകൂടെ എന്തായി, സുജൂദിന്റെ മഹല്ല് നഷ്ടപ്പെട്ടല്ലോ. സലാമിന് മുമ്പല്ലേ സുജൂദ് ചെയ്യണ്ടേ, അപ്പൊ സമയം കഴിഞ്ഞു പോയി, അപ്പൊ ഇനി പറ്റൂല. അവിന്നീയത്ത് അവിത്തഹറുമ, അല്ലെങ്കിൽ ആ മത്രൂക്ക് നീയത്തോ തഹറുമോ ആണെങ്കിലോ, ആ മത്രൂക്ക് നീയത്താണ് അല്ലെങ്കിൽ തഹറുമാണ് എന്ന് ഓർമ്മ വന്നാൽ ഫൈദാ ദക്കറഹു ഇസ്തൈന ഫസ്സലാത്ത, അപ്പൊ ഇങ്ങനെ നിസ്കാരത്തിന്റെ ഇടയിൽ നിൽക്കുക, അവന് ഇടയ്ക്ക് വെച്ച് ഓർമ്മ ഞാൻ നീയത്ത് ചെയ്തില്ലല്ലോ, അല്ലെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നാല് അപ്പൊ എന്താക്കണം, ഇസ്തൈന ഫസ്സലാത്ത, നിസ്കാരം തുടങ്ങണം. വക്കദായിൻ ശക്ക ഫീഹി, അതിൽ സംശയിച്ചാലും അങ്ങനെ തന്നെ ബിഷർത്തിഹി, മുമ്പ് പറഞ്ഞ ഷർത്തോടുകൂടെ, നീയത്തിലോ തഹറുമിലോ സംശയിച്ചാല് അതിന്റെ ഷർത്ത് എന്ന് പറഞ്ഞത് പിന്നെ ഒരു റുക്കിന് കഴിഞ്ഞ് കിടക്കുക, അല്ലെങ്കിൽ എന്താണ് ആ തൂലു സമൻ ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ ആ ഷർത്തോടുകൂടെ സംശയിച്ചാൽ. കയ്യില കൗലുഹു കസിയാദത്തിൻ, നേരത്തെ കസിയാദത്തിൻ ഇലാഹിരിഹി അങ്ങനെ പറഞ്ഞില്ലേ, കസിയാദത്തിൻ ഹസലത്ത് ബി തദാറുക്കി റുക്കിനിൻ ഗമാ സബഖ ഫിത്തർതീബി എന്നിങ്ങനെ പറഞ്ഞത് ആവശ്യമല്ല. വൈറു മുഹ്താജിൻ ഇലൈഹിയാണ്. കാരണം ലിഅന്നഹു മഅലൂമുൻ മിൻ ഖൗലിഹി ഔ ഫിഇലി മൻഹിയിൻ അൻഹു എന്ന് പറഞ്ഞില്ലേ. ഫിഇലി മൻഹിയിൻ അൻഹു എന്ന് പറഞ്ഞപ്പോ എന്താണ്, ഇങ്ങനെ ഒരു സുജൂദ് അധികമായി പോയാല് തദാറുക്ക് കാരണത്താല് വേറൊന്ന് അധികമാകും എന്നുണ്ടെങ്കിൽ ആ അധികാകല് മൻഹിയല്ലേ, അപ്പൊ അവിടെ സുജൂദ് ചെയ്യണമെന്ന് തിരിഞ്ഞില്ലേ, അപ്പൊ പിന്നെ ഈ കസിയാദത്തിനെന്ന് പറയേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞു. ഉജീബ് അതിന് മറുപടി പറഞ്ഞ കയ്യിലേക്ക് ബി അന്നൽ മുറാദ് ബിൽ മൻഹി അൻഹു, മൻഹിയുൻ അൻഹു എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം മാലൈസ മിൻ അഫ്ആലി സ്വലാത്തി, നിസ്കാരത്തിന്റെ ഫിഅലുകളിൽ പെടാത്ത മൻഹിയുൻ അൻഹു എന്നാണ് അതിന്റെ അർത്ഥം. നിസ്കാരത്തിന്റെ ഫിഅലുകളിൽ പെടാത്ത, അതായത് റുക്കൂഉം സുജൂദും ഒന്നും അല്ലാത്തത്. വഹാദിഹി സിയാദത്തു, ഈ കസിയാദത്തിന് എന്ന് പറഞ്ഞ സിയാദത്ത് മിൻ അഫ്ആലിഹ, നിസ്കാരത്തിന്റെ ഫിഅലുകളിൽപ്പെട്ട ഖിയാം ജുലൂസ് എന്ന പോലെ റുക്കൂഉ സുജൂദ് ഇതൊക്കെയാണ്. ലാക്കിൻ ലാ യുഅ്തദ്ദു ബിഹ, പക്ഷെ ആ സിയാദത്ത് മുഅ്തദ്ദു ബിഹി ആയില്ല. എന്തുകൊണ്ട്? അദിമി തർത്തീബി, തർത്തീബില്ലാത്തത് കൊണ്ട്. ഇന്ദഹ, ഇങ്ങനെ എന്താണ് മറുപടി പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വഫീഹി നളറുൻ, ഈ ജവാബ് ശരിയാവില്ല. ലിമാമറ, മുമ്പ് പറഞ്ഞല്ലോ, മിൻ ശുമൂലി കലാമിഹി ലി മസ്അലത്തി ശക്കി, മുസന്നിഫിന്റെ കലാം, അതായത് മൻഹിയുൻ അൻഹു എന്ന് പറഞ്ഞത് എന്തിനെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്? ഷക്കിന്റെ മസല ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോ മൻഹിയുൻ അൻഹു എന്ന് പറഞ്ഞ ഷക്കിന്റെ മസല ഉൾക്കൊള്ളിക്കുമ്പോ മൻഹിയുൻ അൻഹു എന്ന് പറഞ്ഞ നിസ്കാരത്തിന്റെ ഫെയിലിൽ പെടാത്തതല്ലല്ലത്, അല്ലേ? മൂന്നോ നാലോ നിസ്കരിച്ചെടുത്തേ സംശയം വന്നെടുത്ത് പിന്നെ റക്അത്തോടെ നിസ്കരിക്കല്ലേ, അപ്പൊ ഇത് നിസ്കാരത്തിന്റെ ഫെയിലിൽ പെടാത്തതല്ലല്ലോ, നിസ്കാരം തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ട് ആ മറുപടി ശരിയാവില്ല. ഫൽവജുഹു അന്നഹു ഇന്നമാ ദക്കറഹു ഇലാഹൻ, അപ്പൊ എന്താണ്, ആ നേരത്തെ മാലൂമാണെങ്കിലും ഒന്നുകൂടി വ്യക്താക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാണ്. മൻഹിയുൻ അൻഹു എന്ന് പറയുമ്പോ ഈ സിയാദത്തിന്റെ രൂപം അങ്ങോട്ട് വാളിഹാവൂലല്ലോ, അപ്പൊ അതിനൊന്ന് ഇലാഹ് ചെയ്തതാണ്. ഇനി ഔക്കാനൽ മത്രൂക്ക്, നേരത്തെ പറഞ്ഞ മത്രൂക്ക് റുക്കിനാണ് എന്നാ, അല്ലെ? ഇനി ഈ മത്രൂക്ക് ബയലാണെങ്കിലോ അബ്ആലു സുന്നത്താണ് എന്നർത്ഥം. ബയലൻ മറ അവ്വല സിഫത്തി, ഏത് ബയല്? അത് അവ്വല സിഫത്തി സ്വലാത്തി, സിഫത്തു സ്വലാത്തിന്റെ തുടക്കത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. എന്ത് കഴിഞ്ഞിട്ടുണ്ട്? വജുഹു തസ്മിയത്തിഹി ബിദാലിക, അതിന് ബയല് എന്ന് പേര് വെക്കാൻ കാരണം അത് അർക്കാനിനോട് എന്താണ് ശിബുഹുള്ളത് കൊണ്ട് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. വഹു അൽ ഖുനൂത്തു, ഏതൊക്കെയാണ് ഈ അബാല്, ഈ ബയല്, നിസ്കാരത്തിന്റെ അബാല്? ഖുനൂത്ത്, ഖിയാമുഹു, അവിത്തശഹുദുൽ അവ്വലു, ഇങ്ങനെയാണ്. അൽ ഖുനൂത്ത് എന്ന് പറഞ്ഞാൽ ഏത് ഖുനൂത്ത്? ആ സാബിഖു ഫി സുബ്ഹി, സുബ്ഹിയിൽ മുമ്പ് കഴിഞ്ഞ ഖുനൂത്ത്. ഔ വിത്തിരി നിസ്ഫി റമളാന സാനി, അല്ലെങ്കിൽ റമളാനിലെ രണ്ടാമത്തെ പകുതിയിലെ വിത്തറ്. സാനി എന്നുള്ള നിസ്ഫിന് കൈത, അസിഫത്ത.
അപ്പൊ അതിലെ വിത്തറിൽ കഴിഞ്ഞ കുനൂത്ത്, ആ രണ്ട് കുനൂത്ത് ഒരു കുനൂത്താണല്ലോ. ദൂന കുനൂത്തിൻ നാസിലത്തിന്റെ കുനൂത്തിനെതിരായിട്ട് ഔ കെലിമത്തും മിൻഹു, അല്ലെങ്കിൽ ആ കുനൂത്തിൽ നിന്നുള്ള ഒരു കെലിമത്ത്, അതായത് കുനൂത്ത് പൂർണ്ണമായി ഒഴിവാക്കിയല്ല അതിന്റെ ബഅദ് ഒഴിവാക്കി. അപ്പൊ ആ സാബിക്കായ കുനൂത്തിന്റെ ഒരു കെലിമത്ത് അതും ബഅദാണ്. അപ്പൊ വേറൊരു ഇഷ്കാല്, ഈ കുനൂത്തിൽ നിന്നുള്ള ഒരു കെലിമത്ത് എങ്ങനെയാണ് ബഅദാകുക? അതൊഴിവാക്കിയതിനു വേണ്ടി സഹ്വിന്റെ സുജൂദ് ചെയ്യൽ മശ്റൂആകലെങ്ങനെ, സുന്നത്താകലെങ്ങനെ? കാരണം കുനൂത്തിന്റെ ലഫ്ള് തഅയ്യുനല്ല എന്നല്ലേ, കെലിമത്തുകൾ തഅയ്യുനല്ല എന്നല്ലേ, ഇതുവായിരുന്നാലും മദീനല്ലേ മുമ്പ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഇഷ്കാലിന് മറുപടി പറയുന്നു, മഹല്ലു ആദ്യമി തഅയ്യുനി കലിമാത്തിഹി, കുനൂത്തിന്റെ കലിമത്തുകൾ തഅയ്യുനല്ല എന്ന് പറഞ്ഞത് ഇദാലം യുശ്റഅ ഫീഹി, ആ മുമ്പ് പറഞ്ഞ കുനൂത്തില് ആരംഭിച്ചിട്ടില്ലെങ്കിലാണ്. ഇദാലം യുശ്റഅ ഫീഹി എന്ന് പറഞ്ഞാൽ കുനൂത്തും സാബിഖ്, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത എന്ന് പറഞ്ഞാൽ അക്കുനൂത്തുണ്ടല്ലോ, അതിൽ ആരംഭിക്കുന്നില്ലെങ്കിലാണ് വേറെ പലതുകൊണ്ട് എന്താക്കാം കുനൂത്ത് വീടും എന്ന് പറഞ്ഞത്. അപ്പൊ അതിലാരംഭിച്ചു കഴിഞ്ഞാലോ അതവിടെ വാരിദായത് കൃത്യം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അത് പൂർണ്ണമായിട്ട് ഓതണം. അതിന് എന്തെങ്കിലും ഒരു കലിമത്ത് പോയി കഴിഞ്ഞാൽ അപ്പൊ സഹ്വിന്റെ സുജൂദും ചെയ്യണം. അങ്ങനെയാണ് മസല. ഫാറഖ ബദലഹു ബിഅന്നഹു ലാ ഹദ്ദ ലഹു. അപ്പൊ എന്നാൽ കുനൂത്ത് നേരത്തെ പറഞ്ഞ കുനൂത്തിന്റെ ഒരു കലിമത്ത് എന്ന് പറഞ്ഞു, എന്നാൽ അതിന്റെ ബദലിന്റെ ഒരു കലിമത്തോ, അതിന്റെ ബദലായിട്ട് ഇവനൊരു ദുആ കൊണ്ടുവന്നു, വാരിദായൊരു ദുആ ആണ്. ആ വാരിദായൊരു ദുആ കൊണ്ടുവന്നപ്പോ അതിനൊരു കലിമത്ത് ഒഴിവാക്കി, എന്നാ സുജൂദ് ചെയ്യണോ? അത് വേണ്ട. അപ്പൊ എന്താണ് ഈ ഫാറക്ക ബദലഹു എന്ന് പറഞ്ഞത്? ഈ ബയലുണ്ടല്ലോ, അത് ആ കുനൂത്ത് അതിന്റെ ബദലിനോട് എതിരായി എന്ന് പറഞ്ഞാല് എങ്ങനെ അതിന്റെ ആ ബദലിന്റെ ഒരു കലിമത്ത് ഈ കുനൂത്തിന്റെ ഒരു കലിമത്ത് പോലെയല്ല. ഈ കുനൂത്തിന്റെ ഒരു കലിമത്ത് ഒഴിവാക്കിയാൽ എന്താക്കണം? സുജൂദ് ചെയ്യണം. ബദലിൽ നിന്നുള്ള ഒരു കുനൂത്ത് ഒരു കലിമത്ത് ഒഴിവാക്കിയാൽ സുജൂദ് ചെയ്യേണ്ടതില്ല എന്നത് തമ്മിലെതിരായി. ബി അന്നഹു ലാ ഹദ്ദ ലഹു, ആ ബദലിന് ഹദ്ദില്ലല്ലോ, നിശ്ചിത ഹദ്ദ് പരിധി ഉണ്ടെങ്കിലല്ലേ, ഇന്ന കലിമത്തുകൾ എന്ന് പരിധി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊന്നും ഒഴിവാക്കിയാല് സുജൂദ് ചെയ്യണം എന്ന് പറയാം. പക്ഷെ അങ്ങനെ ഹദ്ദില്ലാത്തത് കൊണ്ട് ആ കലിമത്ത് നിശ്ചയിക്കാൻ പറ്റൂല, അതുകൊണ്ടാ. അപ്പൊ പിന്നെ മൊത്തം ഒഴിവാക്കണം എന്നായി. ഇനി ഔ ഖിയാമുഹു എന്ന, ഔ ഖിയാമുഹു ആ കുനൂത്ത് അല്ലെങ്കിൽ അതിന്റെ ഖിയാമ്.